ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സബ്രീന. ഇന്നിതാ നല്ലൊരു ഡ്രിങ്കുമായിട്ടാണ് വന്നത്. ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇത് വയറ് തണുപ്പിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് സാബൂൻ അരി എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണുകൾ സാബൂൻ അരിയും പിന്നെ കുറച്ച് സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. സാബൂനരി വേവിക്കുന്നത് നമ്മൾ കുറച്ച് സമയം മുമ്പ് തന്നെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വേവിക്കാൻ എടുക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ കാണിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിത്. അപ്പോൾ അത് നമ്മളെല്ലാം പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച സേമിയയും സാബൂനരി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലുതാണെന്ന് ഇഷ്ടമെന്നെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. അതിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആണ്. കുറച്ച് കൂടുതൽ തന്നെ റൂഅബ്സ ചേർക്കണം. റൂഅബ്സ നമ്മുടെ വയറ്റിലേക്ക് നല്ലതാണ് കേട്ടോ. തണുപ്പിക്കാനൊക്കെ നല്ലതാണ്. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് ആണ് ഈ റൂഅബ്സ. 5 ടേബിൾ സ്പൂൺ റൂഅബ്സ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വയ്ക്കുന്നത് പാലാണ് കേട്ടോ. 3 കപ്പോളം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ റൂഅബ്സയിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഈ റൂഅബ്സ പല തരത്തിലുണ്ടാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഐസൊക്കെ ഇട്ടിട്ട് ലെമണും ഒക്കെ ചേർത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ റൂഅബ്സ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ട്രൈ ചെയ്ത് നോക്ക്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.